ചേട്ടാ പേരെന്താ? ഷാജി. ഷാഹി. ഈ സ്ഥലത്തിന്റെ പേര് കൃത്യം എന്താ? അറിയത്തില്ല എനിക്ക്. AKG നഗറാണിത് അല്ലേ? ഇത് ഇത് തോടാണോ ഇതൊരു വലിയ പുഴയാണ്? അതിന്റെ പേരുണ്ടോ ഇത്? കാഞ്ഞാർപ്പുഴ എന്നാണോ? കാഞ്ഞാർപ്പുഴയുടെ തീരത്തുള്ള ഇതിപ്പോ എത്ര കാലമായി കാണും ഇത് വന്നിട്ട്, ഈ ബ്രിഡ്ജ് വന്നിട്ട്, ഈ പാലം വന്നിട്ട്? ഒരു 10-20 വർഷം. 10-20 വർഷമായി അല്ലേ? ഇവിടെ കുറെ അധികം വീടുകളുണ്ടോ അങ്ങോട്ട്? വീടുകളുണ്ട്. കുറെ 10-100-ലധികം വീടുണ്ട്. 100-100 വീടുകളുണ്ട്. ഓക്കെ. അപ്പോൾ കാഞ്ഞാർ പുഴയുടെ സമീപത്തുള്ള അതിന് കുറുകെ കിടക്കുന്ന ഒരു ബ്രിഡ്ജാണ്. മനോഹരമായ സ്ഥലമാണ്. നല്ല വെള്ളമല്ലേ ഇവിടെ? കുളിക്കുന്നവരുണ്ടോ? ചേട്ടൻ കൂടെയാണോ കുളിക്കാറ്? അല്ല, നല്ല കുളിക്കാൻ പറ്റും. കുളിക്കാൻ പറ്റും. അഴുക്കൊന്നുമില്ല. അല്ലേ? നല്ല ഒഴുക്കുണ്ട്. ഇത് നേരെ അങ്ങോട്ടാ പോകുന്നത് ഈ വെള്ളം? തൊടുപുഴയ്ക്ക് പോയിട്ട് തൊടുപുഴ ആറിൽ ചേരും അല്ലേ? മലങ്കര ഓടി തൊടുപുഴ ആറിൽ പോയി അല്ലേ? അങ്ങോട്ട് അങ്ങനെ പോകും. മൂവാറ്റുപുഴ ആറായിട്ട് മാറും അല്ലേ? ഇത് മുകളിൽ നിന്ന് വരുന്ന വെള്ളം അല്ലേ? ഓക്കെ. നല്ല തണുപ്പ് വരും. നല്ല തണുപ്പാ. നല്ല ചൂട് സമയത്ത് നല്ല തണുപ്പുള്ള ഈ പുഴയിലിറങ്ങി കുളിക്കാൻ അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ കൊതി വരുന്നു കാണുമ്പോൾ. നല്ല അന്തരീക്ഷമാണ്, നല്ല വെയിലുണ്ട്. പക്ഷേ വെയിലിന് വലിയ ചൂട് നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ട പോലെയില്ല. സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ വരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് മോളെ. എങ്ങോട്ടാ പോകുന്നേ? സ്കൂള് GVHS. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്ന മോള്? +2. ഏതാ? ഹ്യൂമാനിറ്റീസോ സയൻസോ കൊമേഴ്സ്? LTR എന്ന് പറയുന്നത് ഏതൊക്കെയാ പഠിക്കുന്ന സബ്ജക്റ്റുകൾ? ബയോ മാത്സ് ആണ് വരിക. ബയോളജി, മാത്സ് ഇല്ല. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ED. ഇപ്പൊ എക്സാം അല്ലേ നിങ്ങളുടെ? എക്സാം തുടങ്ങിയോ? ഇന്ന് പേര് എക്സാം? എക്സാമിന്റെ പേര് മറന്നു. ഇംഗ്ലീഷാണ് അല്ലേ? ഓക്കെ. ടെൻഷനായി ആ പാടെ. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എഴുതും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി ഇവരിത് ഈ പാലം കടന്നിട്ടാണ് ഈ കുട്ടികളൊക്കെ അപ്പുറത്തേക്ക് പോവുക. കാഞ്ഞാർ പരിസരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. നമ്മൾ ആദ്യത്തെ വീട്ടിലേക്ക് ഒന്ന് പോകാം. ഇന്നു മുതൽ നമ്മുടെ ഭവന സന്ദർശന പരിപാടി തുടങ്ങുകയാണ്. രാഷ്ട്രീയ കക്ഷി നേതാക്കൾ മാത്രമല്ല, മാധ്യമപ്രവർത്തകരും പല വീടുകളിലേക്കും ചെല്ലും. നമ്മൾ അവരുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കും. ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം തേടും. പ്രധാനമായും നമ്മുടെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കുക എന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മളടക്കമുള്ള മാധ്യമങ്ങളുടെ ചുമതലയാണ് ഈ വോട്ടർമാരെ അവിടെ എത്തിക്കുക. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വോട്ടിംഗ് അവയർനെസ് കൂടി നമ്മളുടെ പ്രഭാത പരിപാടിയിൽ പ്രേക്ഷകർ കാണാം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെയൊക്കെ പ്രതിനിധികൾ ഇവിടെയൊക്കെയുള്ള ചില സാധനങ്ങൾ അടിച്ചു മാറ്റുന്നുണ്ട്. രാവിലെ ചാമ്പയ്ക്കയാണ് ചിലരുടെ കണ്ട്. അപ്പോൾ വീട്ടിലാരും ഇല്ലേ നമുക്കൊന്ന് ചോദിക്കാം. നമ്മളുടെ പ്രതിനിധികൾ നേരത്തെ നമ്മൾ വരുമെന്നൊരു സൂചന നൽകിയിരുന്നു. കാരണം പട്ടി അഴിച്ചു വിടുകയാണെങ്കിൽ അതൊന്ന് കെട്ടിയിടണമല്ലോ. അതുകൊണ്ട് എന്തായാലും ആൾക്കാരുണ്ട്. ഇതിൽ നമ്മളൊരു തനി നാട്ടിൻപുറത്തുള്ളൊരു വീടിൻ്റെ പരിസരത്താണ് നിൽക്കുന്നത്. ജെയ്സൺ ചാമവളപ്പിൽ എനിക്കൊപ്പം തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട വാർത്തയുമായി. നമ്മൾ നിൽക്കുന്നത് വീടിൻ്റെ ഒരു പറമ്പിൻ്റെ ഒരു സൈഡിലാണ്. വീടിൻ്റെ പിന്നാമ്പുറം കൊണ്ട് നടക്കുന്നു. പട്ടിയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പട്ടിയില്ല, ആടുണ്ട്, കോഴിയുണ്ട്. ഒരു കൃഷി ചെയ്യുന്നൊരു ചേട്ടനാണ് അവിടെ. പുള്ളി പറമ്പിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് നല്ല കോഴികൾ അല്ലേ? നാടൻ കോഴി ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഒന്ന് പ്രേക്ഷകരെ അറിയിച്ചിട്ട് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞാറിലുള്ള വീട്ടിലാണ്. എത്ര ആടുകളാണെന്ന് നോക്കിയേ. 1, 2, 3, 4, 6 ആടുണ്ട്. 3 ആട്ടിൻകുട്ടികളുണ്ട് അല്ലേ? ആട്ടിൻകുട്ടിയൊക്കെ കാണുമ്പോൾ നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന് ഓർമ്മ വരും. പാത്തുമ്മയുടെ ആട് ഓർമ്മ വരും. പിന്നെ ഇപ്പോൾ ആടുജീവിതം എന്ന സിനിമ വരുന്നുണ്ടല്ലോ നമ്മുടെ ബെന്യാമിൻ്റെ. അപ്പോൾ ഈ ആട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട എത്രയോ സാഹിത്യ രൂപങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ സാഹിത്യ കൃതികളിലെല്ലാം നിർണായകമായ സ്വാധീനം ഉണ്ടായിരുന്നതാണല്ലേ. ആടിൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് ഭയങ്കര നിഷ്കളങ്കത തോന്നില്ലേ? തുള്ളിച്ചാടുന്നൊരു മാൻകുട്ടിയെ ഒരു ആട്ടിൻകുട്ടിയെ കാണുമ്പോഴും മാൻകുട്ടിയെ കാണുമ്പോഴും സന്തോഷം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്താ പേര്? എൻ്റെ സുകുമാരപിള്ള. വീടിതാണ് അല്ലേ? ഇതാണോ വീട്? ഇതാണ് വീട് അല്ലേ? കുറേ ജീവികളുണ്ടല്ലോ. ആടുണ്ട്, കോഴിയുണ്ട്, പശുണ്ടോ? പശുണ്ട്. എത്ര പശുണ്ട്? ഒരു പശു. കറക്കുന്ന പശുവാണ്? അല്ല, ചെനയുണ്ട്. ഇപ്പൊ ചെനയുണ്ട്. എത്ര ആടുണ്ട്? 6 ആടോ? 6 ആട്. പിന്നെ എത്ര കോഴിയുണ്ട്? 7 ആടുണ്ട്. കോഴിയോ? കോഴി 10-25 കോഴിയുണ്ട്. ഈ കോഴിയുടെ മുട്ട കൊണ്ട് അത്യാവശ്യം ജീവിക്കാൻ പറ്റുമോ? മുട്ട ഇടുന്നില്ല, കുഞ്ഞു കോഴിയാ. മുട്ട ഇടാറായി വരുന്നത്. പാല്, ആടിന്റെ പാലുണ്ടോ? ഉണ്ട്. ആടിന്റെ പാലുണ്ട്. ഇതുകൊണ്ടൊക്കെ കഴിയാൻ പറ്റുന്ന രീതിയിൽ പറ്റുമോ? പണിയൊക്കെ എടുക്കുന്ന. വേറെ എന്തൊക്കെയാ ഉള്ളത് ഇവിടെ? ജാതിയുണ്ടോ? ജാതിയുണ്ട്. ഇവിടെ വാഴയൊക്കെ കൃഷിയുണ്ട്. പിന്നെ പറമ്പിൽ പാട്ട്. ഈ സ്ഥലത്തിന്റെ ശരിക്കും പേരെന്താ? ഇത് മൂലമറ്റം എന്ന് പറയും. മൂലമറ്റമാണോ ഇത്? കാഞ്ഞാർ പഞ്ചായത്ത്. അറക്കുളം പഞ്ചായത്ത്. ഈ പുഴ എന്താ? കാഞ്ഞാർ പുഴയാണോ? അല്ലല്ല, ഇത് പവർ ഹൗസിൽ നിന്ന് വരുന്ന വെള്ളം. പവർ ഹൗസിൽ നിന്ന് വരുന്ന വെള്ളം ഇത് നേരെ തൊടുപുഴയ്ക്ക് പോകും. ഇത് നേരെ തൊടുപുഴയ്ക്ക് നടുക്കൂടെ വരുന്ന പവർ ഹൗസില്. മറ്റേ ആശ്രമ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഇവിടെ വെള്ളം കയറുമോ? ഇല്ല. ഇത് എലപ്പള്ളി കണ്ണിക്കല്ലെന്ന് വരുന്ന ആള്. ചേട്ടൻ സുമാറുള്ള ചേട്ടൻ രാവിലെ എത്ര മണിക്ക് എണീറ്റ് പരിപാടിയൊക്കെ തുടങ്ങും? ഇതാണ് കൃഷിപ്പണിയാണോ കൂടുതലും? അതെ. ആണോ?
ഈ പറമ്പെല്ലാം ചേട്ടൻ്റെയാണ്. അതെ. അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന ആദായമാണോ പ്രധാന വരുമാനം? വേറെ കൃഷി ചെയ്യുന്നുണ്ട്. വേറെ കൃഷി അല്ലാതെ പോയി ചെയ്യുന്നു ചെയ്യുന്നുണ്ട്. അല്ലേ? അപ്പോൾ രാവിലെ എത്ര മണിക്ക് ഇറങ്ങും പണിക്ക്? എനിക്കൊരു 6-6:30 ആകുമ്പോൾ അങ്ങോട്ട് നടക്കാം നമുക്ക്. 6-6:15 ആകുമ്പോൾ ഇറങ്ങും. എന്നിട്ട് ഒരു 10 മണിക്ക് വെയിലൊക്കെ മൂക്കുമ്പോഴേക്കൊന്ന് കയറും അല്ലേ? കഞ്ഞി കുടിക്കുന്നപ്പോഴാ? കഞ്ഞി ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ കഴിയും. അപ്പോൾ രാവിലെ കാപ്പി കുടിക്കുന്നില്ലേ? കുടിക്കും. രാവിലെ കാപ്പി കുടിച്ചൊക്കെയാ ചിലപ്പം പോണേ ചെറുതായി. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കൾ 2 പെൺമക്കളായിരുന്നു. അവരെ കെട്ടിച്ചു വിട്ടു. നമ്മൾ കെട്ടിച്ചു വിട്ടു. നമ്മൾ കെട്ടിച്ചു വിടുക എന്നാ പറയാ. പെൺകുട്ടികളെ ആൺകുട്ടികളെ കെട്ടിച്ചോണ്ട് വന്നു. ഒരു മകനേ ഉള്ളൂ. അവനെ ഏറ്റവും ഇളയന. അവനിവിടെ ഇങ്ങനത്തെ കാണാം. അവൻ കിട്ടിയിട്ടില്ല. കൃഷിയാണോ അദ്ദേഹവും? അപ്പം കൃഷി അത്യാവശ്യം വയറിങ്ങിനും അതിനൊക്കെ പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് പൊതുവെ ജീവിതമൊക്കെ? അങ്ങ് പോകുന്നു. ആൾക്കാർ ഇത് ലൈവായിട്ട് കാണുക കേട്ടോ ചാനലിലൂടെ. സുമാരമുള്ള ചേട്ടനെ. അപ്പോൾ ജീവിതം സുഖമായിട്ട് പോകുന്നു. അതെ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മൊത്തത്തിൽ അന്തരീക്ഷം താപനില തിരിച്ചു കൂടുതലാണ്. ചൂടിന്റെ പ്രശ്നമുണ്ട് അല്ലേ? നമുക്ക് അങ്ങോട്ട് നടക്കാന്നാ. ചായ തരുമോ? തരാമല്ലോ. ഞാൻ ചോദിച്ചൊന്നുമില്ല. ഞങ്ങളൊരു ചായ താഴെ നിന്ന് കുടിച്ചു. പിന്നെ ആട്ടിന്റെ പാലിലൊരു ചായ കുടിക്കാന്നുള്ള നമ്മുടെ സ്വപ്നമായിരുന്നു. പക്ഷെ നമ്മൾ തൽക്കാലം വേറെ അവസരത്തിലാവാം. പാല് കറക്കുന്നില്ലേ? ഇല്ല. ആണോ? ആട്ടിൻപാല് കറക്കുന്നില്ല. പശു ആണെങ്കിൽ ചെനയുമാണ്. പാല് മേയ്ക്കുക. ഓക്കെ. ഇവിടെ ഇതിന് ഈ കോഴിക്ക് കൊടുക്കുന്നത് കോഴി കൊത്തി തിന്നും. അപ്പോൾ എല്ലാം പ്രാദേശികമായ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഈ നാട്ടിൻപുറത്തൊക്കെ ചെല്ലുന്ന അതേ വീട്. കൊക്കയുണ്ട്. കൊക്കോ ഇപ്പൊ നല്ല പഴുത്തിരിക്കുന്ന കൊക്കയുണ്ട്. പഴുത്തില്ല. കൊക്കോ എടുക്കാൻ ആള് വരുന്നുണ്ടോ? അതിൽ ഏറ്റവും ആദായകരം ഏതാ? ഈ വർഷം നോക്കിയിട്ട് കൊക്കോ ആദായം അല്ലേ? അത്യാവശ്യം കഴിഞ്ഞു പോകാനുള്ളത് കിട്ടും. പിന്നെ നമ്മൾ പണിയെടുക്കുന്നു. ശരി. ഞാൻ എൻ്റെ ഒരു രാഷ്ട്രീയം കൂടെ ചോദിക്കുന്നുണ്ട്. ഒരു വാർത്തയും കൂടെ ഒന്ന് അറിയിച്ചിട്ട് വരാം. ഞങ്ങളുടെ തൃശ്ശൂരിൽ നിന്നൊരു പ്രതിനിധി